നിങ്ങളുടെ ജീവിതം യേശുവിനായി സമർപ്പിച്ചിട്ടില്ല. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. വോട്ടേഴ്സ് ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടോ? ഇന്നത്തെ ചിന്താ വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ചിന്തയ്ക്കായി വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. അതിന്റെ 15-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ഈ ലോകത്തിൽ ഏതെങ്കിലും രാജ്യത്തിന്റെ സിറ്റിസൺ ആകണമെങ്കിൽ ആ രാജ്യത്തിന്റെ റെക്കോർഡ് നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം. ഒന്നെങ്കിൽ പാസ്പോർട്ട്, അല്ലെങ്കിൽ ആധാർ, അങ്ങനെ തുടങ്ങുന്ന എന്തെങ്കിലും നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം. നമ്മുടെ ഈ ജീവിതത്തിന് ശേഷമായി, നമ്മുടെ ഈ മരണത്തിന് ശേഷമായി നിത്യമായൊരു ജീവിതം നമുക്കുണ്ട്, എല്ലാ മനുഷ്യർക്കുമുണ്ട്. എന്നാൽ ആ സ്വർഗീയ രാജ്യത്തിൽ നമ്മൾ വസിക്കണമെങ്കിൽ, ആ സ്വർഗീയ രാജ്യത്തിൽ നമ്മൾ ജീവിക്കണമെങ്കിൽ ആ സ്വർഗീയമായ റെക്കോർഡ് അവിടെ നമുക്കുണ്ടായിരിക്കണം. അതാകുന്നു ജീവപുസ്തകം എന്ന് പറയുന്നത്. ജീവപുസ്തകത്തിൽ ഇതുവരെയും നിങ്ങളുടെ പേര് ഇല്ല എങ്കിൽ ഇന്ന് പകൽ നിങ്ങളത് ഉറപ്പാക്കണം. ജീവപുസ്തകത്തിൽ നിങ്ങളുടെ പേര് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പാക്കണം. ജീവപുസ്തകത്തിൽ എങ്ങനെ പേര് ചേർക്കുവാൻ കഴിയും? യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം ഇങ്ങനെ പറയുന്നു: തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഒന്നാമതായി യേശുക്രിസ്തുവിനെ നിങ്ങൾ വിശ്വസിക്കണം. രണ്ടാമതായി നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറയണം, മാനസാന്തരപ്പെടണം. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവീൻ. മാനസാന്തരപ്പെട്ട ഒരുവൻ യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി ഏറ്റുപറയണം. റോമർ 3:19 ഇങ്ങനെ പറയുന്നു: യേശുവിനെ കർത്താവ് എന്ന വായ കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. നിത്യ നരകത്തിൽ നിന്നുള്ള രക്ഷ നാം പ്രാപിക്കണമെങ്കിൽ, ആ ജീവപുസ്തകത്തിൽ നമ്മുടെ പേര് ഉണ്ടാകണമെങ്കിൽ യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി വായ കൊണ്ട് ഏറ്റുപറയണം. ജീവപുസ്തകത്തിൽ പേരെഴുതുക മാത്രമല്ല, ആ യേശുവുമായിട്ടുള്ള ഒന്നിച്ച ആ ഫെലോഷിപ്പിൽ, ആ കൂട്ടായ്മയിൽ നാം ജീവിക്കുകയും വേണം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം ഇങ്ങനെ പറയുന്നു: അവർ യോഗ്യന്മാരാകയാൽ വെള്ളം ധരിച്ചും കൊണ്ട് എന്നോട് കൂടെ നടക്കും. ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. അവന്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എന്റെ പിതാവിന്റെ സന്നിധിയിലും അവന്റെ ദൂതന്മാരുടെ മുമ്പിലും അവന്റെ പേർ ഏറ്റുപറയും. കർത്താവിനോട് കൂടെ നടന്നാൽ മാത്രമേ ആ ജീവപുസ്തകത്തിൽ നിന്ന് നമ്മുടെ പേർ മായ്ച്ചു കളയാതെ നമുക്ക് ആ നിത്യ രാജ്യത്തിൽ നമുക്ക് ജീവിക്കുവാൻ കഴിയത്തുള്ളൂ. പിതാവിന്റെ സന്നിധിയിലും ദൂതന്മാരുടെ മുമ്പിലും നമുക്ക് നിൽക്കണമെങ്കിൽ ഈ ജീവപുസ്തകത്തിനകത്ത് നമ്മുടെ പേര് ഉറപ്പാക്കണം. ഇതുവരെയും നിങ്ങളുടെ ജീവിതം യേശുവിനായി സമർപ്പിച്ചിട്ടില്ലെങ്കിൽ, നിങ്ങളുടെ ജീവിതം പേര് ജീവന്റെ പുസ്തകത്തിൽ ഇല്ലെങ്കിൽ, ഇതാകുന്നു രക്ഷാ ദിവസം, ഇതാകുന്നു സുപ്രസാദ കാലം. ഇന്ന് നിങ്ങൾ യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുമ്പോൾ ആ ജീവന്റെ പുസ്തകത്തിൽ നിങ്ങളുടെ പേര് എഴുതി ചേർക്കുവാനിടയാകും. ഈ വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു.